ഭർത്താവിന്റെ അടുത്ത് ഭാര്യ ചെന്നിട്ട് എന്റെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു, എന്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമായിരുന്നു എന്ന് തള്ളി മറയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ചു മയത്തി തള്ളി മറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ പോലെതാ ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കേണ്ടി വരില്ല. അതും ഒറ്റയ്ക്ക്. ഈ കാണുന്ന പണി ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. എല്ലാ വർഷവും കർക്കിടകവാവിന് എന്റെ വീട്ടിൽ പിടിയിറച്ചി ഉണ്ടാക്കാറുണ്ട്. അച്ചാമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഈ കർക്കിടകവാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാമിലി മീറ്റപ്പ് ആയിരുന്നേ. അച്ചാമ്മയുടെ അനിയന്റെ വീട്ടില് ഞങ്ങൾ എല്ലാ വീട്ടുകാരും കൂടെ ഒത്തുകൂടും. എന്നിട്ട് വിശേഷമൊക്കെ പറഞ്ഞ് പിടിയൊക്കെ ഉരുട്ടി പതുക്കെ ഇറച്ചിക്കറിയൊക്കെ ഉണ്ടാക്കി രാത്രി ആവുന്ന സമയത്ത് എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കും. ഞാനൊക്കെ അന്ന് തീരെ ചെറുതായിരുന്നേ. വലിയവരൊക്കെ പിടി ഉരുട്ടുന്ന സമയത്ത് ഞങ്ങളെയും പിടി ഉരുട്ടാൻ വേണ്ടി വിളിക്കുവേ. ഞങ്ങള് പിള്ളേരൊക്കെ ഉരുട്ടിയിടുന്ന ഉരുളക്കെ ചെറിയ നാരങ്ങ വലുപ്പമൊക്കെ ഉണ്ടാവും. ഞങ്ങള് മാറി കഴിയുമ്പോ അമ്മായിമാരും വല്യമ്മമാരും ഒക്കെ കൂടെ ചേർന്ന് അത് വീണ്ടും ചെറിയ ഉരുളയാക്കും. ഓ, ഞങ്ങളെ കൊണ്ട് അവർക്ക് ഇരട്ടിപ്പാടായിരുന്നേ. ഇന്ന് ഒരാവശ്യമില്ലാതെ ഈ കഥയൊക്കെ പറഞ്ഞ് ഓർമ്മകളൊക്കെ അയവിറക്കി ഇരുന്നപ്പോഴാണേ വൈകിട്ട് കോഴി മേടിച്ച് ഇവിടെ ഒരാള് പിടി ഉണ്ടാക്കാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ ഓർത്തു, കുറച്ചു മയത്തി തള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ എല്ലാരും കൂടെ ഒത്തുകൂടിയിരുന്ന് ഒരുമിച്ച് ഉണ്ടാക്കി കഴിക്കുമ്പോഴുള്ള ആ രുചിയൊന്നും ഇന്ന് ഒറ്റയ്ക്ക് കഴിക്കുമ്പോ ഇതിനില്ല കേട്ടോ.